അഡ്വാൻറ്റേജസ് ഓഫ് റിയറിങ് ആനിമൽസ് ആൻഡ് ബേർഡ്സ്. എഫിഷ്യൻറ്റ് കൺസ്യൂമേഴ്സ് ഓഫ് റഫേജസ്. നല്ല പച്ച പുല്ലുകളൊക്കെ തിന്നിട്ട് നല്ല വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് നമുക്ക് വേണ്ടി നൽകുന്നു. പ്രൊവൈഡ് എ സ്റ്റേബിൾ ഇൻകം ത്രൂ ഔട്ട് ദ ഇയർ. വർഷം മുഴുവൻ വരുമാനം ലഭിക്കുന്നു. ഇമ്പോർട്ടൻറ്റ് സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം ഫോർ റൂറൽ ഫാമിലീസ്. ഗ്രാമപ്രദേശങ്ങളിലുള്ള സാധാരണക്കാർക്ക് ഒരു വരുമാന മാർഗ്ഗമാണ്. പ്രൊവൈഡ് ന്യൂട്രിറ്റീവ് ആൻഡ് ചീപ്പർ പ്രോഡക്റ്റ്. വളരെ ഉയർന്ന പോഷകമൂല്യമുള്ള വസ്തുക്കൾ ലഭിക്കുന്നു. എയ്ഡ് ഇൻ മെയിൻറ്റെയിനിങ് സോയിൽ ഫെർട്ടിലിറ്റി. മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത കൂടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. മാർക്കറ്റ് ഡിമാൻഡ് ഫോർ ദ ലൈഫ് സ്റ്റോക്ക് പ്രോഡക്റ്റ്. ലൈഫ് സ്റ്റോക്ക് പ്രോഡക്റ്റുകൾക്കെല്ലാം തന്നെ മാർക്കറ്റിൽ നല്ല ഡിമാൻഡുകളുണ്ട്. മീറ്റ്, എഗ്ഗ്, പാല് മുതലായ സാധനങ്ങൾക്കെല്ലാം നല്ല വിലയാണ് എപ്പോഴും. എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫാമിലി ലേബർ. വീട്ടിലൊരാൾക്ക് ഒരു സ്ഥിര വരുമാനം എന്ന രീതിയിൽ ഉപയോഗിക്കാം. എ സൊല്യൂഷൻ ടു ദ അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം. ഒരു പരിധിവരെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു പരിഹാര മാർഗ്ഗമാണ്. എനർജി സേവിങ് ബയോഗ്യാസ് പ്രൊഡക്ഷൻ. ഇതിൻ്റെ സ്ലറി ആണെങ്കിൽ ഫെർട്ടിലൈസറായിട്ടും ഉപയോഗിക്കാൻ പറ്റും. സ്കോപ്പ് ഫോർ വാല്യൂ അഡീഷൻ. ലൈഫ് സ്റ്റോക്ക് പ്രോഡക്റ്റിനെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബെറ്റർ പ്രൈസൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നു. ഡിസഡ്വാൻറ്റേജസ് ഓഫ് റിയറിങ് ആനിമൽസ് ആൻഡ് ബേർഡ്സ്. ലൈഫ് സ്റ്റോക്ക് റിയറിങ് ഈസ് എ ഫുൾ ടൈം ജോബ്. സ്ഥിരമായ ഒരു ജോലി, അതിനൊരു അവധിയോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഹൈ. വളരെ ഉയർന്ന മുതൽ മുടക്ക് ആവശ്യമാണ്. റിസ്ക് ഓഫ് ഡിസീസ്. രോഗങ്ങൾ വന്നാലുള്ള ബുദ്ധിമുട്ടുകൾ. റിക്വയർ പ്രാക്ടിക്കൽ ട്രെയിനിങ് ആൻഡ് സ്കില്ല്. അവയെ മെരുക്കാനും അവയെ കൊണ്ടു നടക്കാനും അവയെ പരിപാലിക്കാനുമായിട്ട് സ്കില്ല് നമ്മൾ പഠിച്ചിരിക്കണം. ലോ കീപ്പിംഗ് ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ്. മീറ്റ്, മിൽക്ക്, എഗ്ഗ് മുതലായവ ഒരുപാട് നാളൊന്നും നമുക്ക് സൂക്ഷിക്കാൻ പറ്റത്തില്ല. അതൊരു ഡിസഡ്വാൻറ്റേജാണ്. ഹൈ പ്രൊഡ്യൂസേഴ്സ് ആർ ഹാവിങ് ലോ ക്ലൈമറ്റിക് അഡാപ്റ്റബിലിറ്റി. ഹൈ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ആനിമൽസിന് ക്ലൈമറ്റിക് അഡാപ്റ്റബിലിറ്റി വളരെ കുറവാണ്.